BJP സ്ഥാപന ദിനം സംസ്ഥാന വ്യാപകമായി ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കോഴിക്കോട് കെ സുരേന്ദ്രനും കണ്ണൂരിൽ MT രമേശും സ്ഥാപന ദിനത്തിൽ പതാക ഉയർത്തി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി വികസിത ഭാരതം എന്ന പേരിൽ പുതിയ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് നടന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ 45ാം സ്ഥാപന ദിനം സംസ്ഥാന വ്യാപകമായി വിപുലമായിട്ടാണ് ആഘോഷിച്ചത്. തിരുവനന്തപുരത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കോഴിക്കോട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കണ്ണൂര് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും സ്ഥാപന ദിനത്തിൽ പതാക ഉയർത്തി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ BJPയുടെ ആദ്യ സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന BJP നേതാവുമായ O രാജഗോപാലിനെ ആദരിച്ചു. പതാക ഉയർത്തിയതിനു ശേഷം BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചു. BJPന്റെ ഏറ്റവും ഒരു കോർ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ കോർ ഐഡന്റിറ്റി പ്രവർത്തകനാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അതിനുവേണ്ടി അധ്വാനിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമാണ് BJPന്റെ എല്ലാ പ്രവർത്തകരുടെയും ഒരു ദൗത്യവും ലക്ഷ്യവും അവരുടെ ഒരു കടമയും. അത് അന്നു അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ 1980 BJPയും ഇന്നും അതേ ഒരു ഫിലോസഫിയും ഐഡിയൽസ് എടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. BJP സ്ഥാപന ദിനത്തിൽ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി വികസിത ഭാരതം എന്ന പേരിൽ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറിനാണ് വികസിത ഭാരതം ഹെൽപ്പ് ഡെസ്കിന്റെ ചുമതല. കൂടാതെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ബന്ധമുള്ള വൈജ്ഞാനികരായിട്ടുള്ള വ്യക്തികൾ BJPയിൽ ചേർന്നു. ജനം, തിരുവനന്തപുരം.